തിരുവനന്തപുരം നഗരസഭയിൽ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധം. പൂർണ്ണമായ പേര് വിവരങ്ങളോടുകൂടിയ നിയമന ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ട്. നഗരസഭയ്ക്ക് മുന്നിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. നഗരസഭാ സെക്രട്ടറി ജഹാംഗീറിൻ്റെ ഓഫീസിന് മുന്നിൽ ആണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂറായി ഈ പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമാണ്. നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് ആണ് ഈ പ്രതിഷേധവുമായി ബി.ജെ.പി. കൗൺസിലർമാർ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകുന്ന ഗുരുതരമായ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതായത് സാനിറ്ററി തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ആ ലിസ്റ്റിൽ അപൂർണമായ രീതിയിൽ പേരുവിവരങ്ങളൊന്നും ഉൾപ്പെടുത്താതെയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ലിസ്റ്റ് ഇത്തരത്തിൽ പേരുവിവരങ്ങൾ രേഖപ്പെടുത്താതെയുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ CPM-ൻ്റെ അണികളെ തിരികെ കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ ആരോപിക്കുന്നത്. അതിൻ്റെ പേരിൽ പൂർണ്ണമായ ലിസ്റ്റ്, അതായത് പേരുവിവരങ്ങൾ അടങ്ങിയ പൂർണ്ണമായ ഒരു ലിസ്റ്റ് തരണമെന്നത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. നമ്മളോടൊപ്പം പ്രതിപക്ഷ കൗൺസിൽ പാർലമെന്ററി പാർട്ടി നേതാവ് M.R. ഗോപൻ കൂടി ചേരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ 1 മണിക്കൂറായി നഗരസഭയ്ക്ക് മുന്നിൽ സെക്രട്ടറിയുടെ മുന്നിൽ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ഞങ്ങൾ 1-ാം തീയതി തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ 56 സാനിറ്റേഷൻ വർക്കേഴ്സിൻ്റെ വേക്കൻ്റ് ഉണ്ടായിരുന്നു. ആ വേക്കൻറ്റിനെ പാർട്ടി സഖാക്കളെ, CPM-ൻ്റെ സഖാക്കളെ മാത്രം അതിനകത്ത് തിരികെ കയറ്റിയുള്ള ഒരു ലിസ്റ്റ് കൊണ്ടുവന്നു. ആ ലിസ്റ്റിനകത്ത് പേര് മാത്രം കൊടുത്തിരിക്കുക. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കേണ്ടതായിട്ടുള്ള അവരുടെ പേര്, അവർക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുള്ള മാർക്ക്, അവരുടെ അഡ്രസ്സ്, അവർ എവിടെയാണോ താമസിക്കുന്നത് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ പാർട്ടിയുടെ സഖാക്കളെ പാർട്ടിയുടെ DC കൊടുത്ത ലിസ്റ്റ് പ്രകാരം ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയ 403 ആളുകളിൽ നിന്ന് 56 പേരെ അവരുടെ പാർട്ടി സഖാക്കളെ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട് നിയമിക്കുവാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇന്ന് സെക്രട്ടറിയോട് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ലിസ്റ്റ് ആവശ്യപ്പെടുകയുണ്ടായി. ആ ലിസ്റ്റ് ആവശ്യപ്പെട്ട പ്രകാരം മേയർ ലിസ്റ്റ് കൊടുക്കണം ഇപ്പോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി റൂമിൽ നിന്ന് പുറക്കുക. ഔദ്യോഗികമായിട്ടുള്ള സെക്രട്ടറിയുടെ റൂമിൽ പ്രവേശിക്കാതെ സെക്രട്ടറി റൂം ബി.ജെ.പി. കൗൺസിലേഴ്സ് ഉപരോധിച്ചിരിക്കുക. സെക്രട്ടറിയോട് സംസാരിച്ചു. സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാതെ ആര്യ രാജേന്ദ്രൻ മേയറും അതുപോലെ CPM-ഉം ഒത്തുകളിച്ചുകൊണ്ട് പാർട്ടി സഖാക്കളെ തിരികെ കയറ്റാനുള്ള കുതന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ബി.ജെ.പി. കൗൺസിലേഴ്സ്. ഇനി എന്താണ് തുടർന്ന് ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള സമയം അതിനുള്ളിൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിൽ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്തിച്ചേർന്നിൽ അദ്ദേഹം എത്ര ദിവസം ഒളിച്ചോടിയാലും വീണ്ടും ഇതേ ഉപരോധ സമരവുമായി വീണ്ടും ഞങ്ങൾ 5 മണി വരെ ഇവിടെ ഉപരോധ സമരവുമായി ഞങ്ങളുണ്ടാവും. അതായത് പേര് വിവരങ്ങളടങ്ങിയ പൂർണ്ണമായ ലിസ്റ്റ് തരുന്നത് വരെ? തീർച്ചയായിട്ടും പേര് വിവരങ്ങളടങ്ങിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് തരുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകും. അതുതന്നെയാണ് ഈ പേരുവിവരങ്ങൾ അടങ്ങിയ പൂർണ്ണമായ ലിസ്റ്റ്, ആ ലിസ്റ്റ് നൽകുന്നവരെ ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറോളമായി ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കൗൺസിലർ എന്നാൽ ഇവിടെ നിന്നും മേയറുടെ റൂമിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. തുടർന്ന് വന്നിട്ടുമില്ല. എന്തായാലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് കൗൺസിലർമാർ. വരും ദിവസങ്ങളിലും, അതായത് പൂർണ്ണമായ ഒരു ലിസ്റ്റ്, ഈ തൊഴിലാളികളുടെ പൂർണ്ണമായ ലിസ്റ്റ്, അവരുടെ പേരുവിവരങ്ങളടങ്ങിയ ലിസ്റ്റ് തരുന്നതുവരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ബി.ജെ.പിയും അറിയിക്കുന്നത്, കൗൺസിലർമാരും അറിയിക്കുന്നത്.